അണ്ടർ ഐ പ്രോബ്ലംസ് പല വിധത്തിലുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സും പല വിധത്തിലാണ്. മോസ്റ്റ്ലി നമ്മളുടെ എല്ലാ അണ്ടർ ഐ പ്രോബ്ലംസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആവാം, പിഗ്മെൻറ്റേഷൻ ആവാം, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനും കൂടെ ആവാം. അപ്പോൾ ഇതിനെ ആസ് എ ഡോക്ടർ നമ്മൾ എങ്ങനെയാണ് ഈ അണ്ടർ ഐ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു സിസ്റ്റമിക് വേയിൽ നമുക്കിത് നോക്കാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് റിങ്കിൾസ് ആണ്. അണ്ടർ ഐ ഡൈനാമിക് റിങ്കിൾസ്, അതായത് നമ്മൾ ചിരിക്കുമ്പോഴും നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സ് കാരണം സൈഡിൽ ഇങ്ങനെ വരുന്ന ലൈൻസ്. അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു സെഷനിൽ തന്നെ നിങ്ങൾക്ക് അമേസിങ് റിസൾട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അണ്ടർ ഐ ഹോളോനെസ് ആണ്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ണിൻ്റെ അടിയിൽ കുഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് അണ്ടർ ഐ ഫില്ലറാണ്. ഫില്ലർ എന്ന് പറയുന്നത് ഒരു ജെല്ല് പോലത്തെ ഹൈലറോണിക് ആസിഡിൻ്റെ സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ പ്രായമാവുന്നതോടെ നമ്മൾ ഫാറ്റ് ലോസ് കാരണമാണ് അവിടെ കുഴിഞ്ഞു വരുന്നത്. ചിലർക്ക് പ്രായമാവാതെ തന്നെ ജെനറ്റിക്സ് കാരണം കുഴിഞ്ഞിരിക്കുന്നവരുണ്ട്. അത് കാരണം ഭയങ്കരമായിട്ട് നമുക്കൊരു ഫേസിലൊരു ടയേർഡ് ലുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു അണ്ടർ ഐ ഫില്ലർ ട്രീറ്റ്മെൻറ്റും 1 സെഷനാണ് 1 ഇയറിൽ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഒറ്റ സെഷനിൽ തന്നെ നിങ്ങൾക്ക് ആ കുഴിയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ പ്രോബ്ലം വരുന്നത് പിഗ്മെൻറ്റേഷൻ ആണ്. പിഗ്മെൻറ്റേഷൻ തന്നെ പല തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് അണ്ടർ ഐ സ്കിൻ ബൂസ്റ്റേഴ്സ് ആണ് പിഗ്മെൻറ്റേഷന് വേണ്ടി ചെയ്യുന്നത്. അതായത് മെലാനിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കിൻ ബൂസ്റ്റേഴ്സ്. അതിൽ മെയിൻലി ചെയ്യുന്നത് സാൽമൺ DNA ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതൊരു സ്കിൻ ബൂസ്റ്ററാണ് അണ്ടർ ഐക്ക് വേണ്ടിയുള്ളത്, പ്യോർ ഐസ് പറഞ്ഞിട്ട്. വേറെ ഒന്നുള്ളത് ജാലുപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ ബൂസ്റ്റർ ഉണ്ട്, ജാലുപ്രോ യങ് ഐ. ആൻഡ് ഇതൊന്നും പിഗ്മെൻറ്റേഷന് മാത്രമല്ല, നമ്മൾ ഫൈൻ ലൈൻസിനും, അതായത് നമ്മൾ കൺസീലർ, മേക്കപ്പിൻ്റെ കൺസീലർ ഇട്ടാൽ പോലും ചെറുതായിട്ട് വരുന്ന ലൈൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 സ്കിൻ ബൂസ്റ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ പ്രോബ്ലം വരുന്നത് മെയിൻലി അണ്ടർ ഐ ബാഗിങ് ആണ്. അതായത് ഇങ്ങനെ തടിച്ചിങ്ങനെ അതായത് ഫാറ്റ് ഹെർണിയേഷൻ കാരണം നമ്മൾ ഫാറ്റ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് ബാഗിങ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം മിക്ക ആൾക്കാർക്കും. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ ട്രീറ്റ്മെൻ്റ് ആണ്, BTL എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അൾട്രാസൗണ്ട് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് എക്സ്ട്രാ നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഫ്ലൂയിഡ് കളക്ഷനും ഒപ്പം തന്നെ ഈ ഫാറ്റ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് മെയിൻലി ഉള്ള അണ്ടർ ഐ പ്രോബ്ലംസ്. നിങ്ങൾക്കും ഇതുപോലത്തെ പ്രോബ്ലംസ് കാരണം ഓഫ് കോഴ്സ് നിങ്ങളൊക്കെ ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്നിട്ടും നിങ്ങൾക്ക് പരിഹാരം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇൻ ക്ലിനിക് ട്രീറ്റ്മെൻറ്റ്സിലൂടെ നിങ്ങളുടെ അണ്ടർ ഐ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.